നല്ല ഐഡിയ. ഞാൻ ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ആൽബം തുടങ്ങിയിരിക്കും. പിന്നെ ഒരു കാര്യം, എനിക്ക് മുടക്കിയ കാശ് തിരിച്ചു കിട്ടണം. കിട്ടും സാർ. സാറിന് അറിയോ? സാറിന് അറിയോ? സാറിന് അറിയോന്ന്? സാറേ ആൽബത്തിനൊക്കെ ഇപ്പൊ എന്താ മാർക്കറ്റ്? പിന്നെ അങ്ങനെ ആൽബം പിടിച്ചവരൊക്കെ ഇന്ന് മാർക്കറ്റിലാ. മാർക്കറ്റോ? അല്ല, ഈ മാർക്കറ്റിലൊക്കെ ആൽബത്തിന് ഭയങ്കര ബിസിനസ് ആണല്ലോ. അങ്ങനെ അതായത് ഇതിനു മുമ്പ് നിങ്ങൾ എത്ര ആൽബം വർക്ക് ചെയ്തിട്ടുണ്ട്? സാറെന്താ ഈ ചോദിച്ചത്? ഇപ്പൊ തന്നെ ഞാൻ ആൽബത്തിന്റെ വർക്കിലല്ലേ. 2 ഫോട്ടോ ഇട്ടിട്ടാൽ അതിന്റെ വർക്ക് തീരും. പറയണത് 2 ഫോട്ടോ ഇട്ടിട്ട് ആൽബത്തിന്റെ വർക്ക് കഴിയുന്നു. ഇത് എന്തൊരു ആൽബമാണോ? അല്ല, ഈ ആൽബത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഫോട്ടോയൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു. അതായത് എന്റെ ആൽബത്തിന് ഒരു പുതുമ വേണം. ഉണ്ട് സാർ, പുതുമയുണ്ട്. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗൾഫുകാരെ പറ്റിച്ച് ആൽബം എടുക്കുക. അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ. അല്ല, വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, അത് വേറെ പറഞ്ഞ. സാർ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വർഗീയ ആൽബങ്ങളാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. വർഗീയ ആൽബം? കേട്ടിട്ടില്ലേ? അതായത് ഹിന്ദു ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ, ഈ മാപ്പിളപ്പാട്ടുകൾ, അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ഇപ്പൊ ഈ റീമേക്കിന്റെ കാലമാണല്ലോ. അതെ അതെ അതെ. പഴയ പാട്ടുകൾ റീമേക്ക് ചെയ്ത് വീണ്ടും വരുന്നു, പഴയ സിനിമകൾ റീമേക്ക് ചെയ്ത് വീണ്ടും വരുന്നു. അതെ. അങ്ങനാണെങ്കിൽ പഴയ ഒരു സൂപ്പർ ഹിറ്റ് ആൽബം എടുത്ത് എന്തുകൊണ്ട് നമുക്ക് റീമേക്ക് ചെയ്തുകൂടാ? അത് ശരിയാ, പണിയെടുക്കണ്ടല്ലോ. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഇദ്ദേഹമാണോ നമ്മുടെ ആൽബത്തിൽ പാടുന്നത്? ഇവനെ കൊണ്ട് ഞാൻ പാടിക്കും. എന്ത് റീമേക്ക് ആയാലും എനിക്ക് മുടക്കിയ കാശ്. ഗോവിന്ദാ, വല്ലതും പറഞ്ഞായിരുന്നോ? അച്ഛൻ ഗോവിന്ദൻ തോണ്ട് നടന്നു പോന്ന കണ്ടോ? അത് കണ്ടിട്ട് വിളിച്ചതാ. അല്ല, എനിക്കൊരു സംശയം, നിങ്ങളുടെ നാട്ടിൽ അച്ഛനെയൊക്കെ പേരാണോ വിളിക്കുന്നത്? ഇത് വെറും അച്ഛനല്ല, പിന്നെ പേരച്ഛൻ. പേരച്ഛൻ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ആൽബത്തിന് പുതുമയുള്ള ഒരു പേര് വേണം. അല്ല, അങ്ങനെ എന്തെങ്കിലും പേര് സാറിന്റെ മനസ്സിലുണ്ടോ? എന്റെ മനസ്സിലുണ്ട്. അതായത് ഈ ഹിറ്റായ കുറെ ആൽബങ്ങളുണ്ടല്ലോ. നിനക്കായി, ഓർമ്മയ്ക്കായി, വെരി ഗുഡ്, എനിക്കായി, എക്സലന്റ്, അതുപോലുള്ള എന്തെങ്കിലും വെറൈറ്റി പേരുകൾ. അങ്ങനെയാണെങ്കിൽ സാറിന്റെ ആൽബത്തിന് പറ്റിയൊരു പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ? കിട്ടിയാലായി.